മെഗേജ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് എഞ്ചിനീയറുടെ ഡിസൈനിങ്ങിലുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓണർ എഞ്ചിനീയർ തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആദ്യം ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടമാണ് കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. പിന്നെ ഇതിലിപ്പോൾ ഫ്രണ്ട് പോർഷനാണ്. ഇവിടെ ഈ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്കിത് ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ഉണ്ട്. കാർ പാർക്കിങ്ങിന് ഇവിടെയും സ്പേസ് ഉണ്ട്, ഫ്രണ്ടിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഇൻ്റർലോക്കൊക്കെ വരും. ഈ പെയിൻറ്റിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം തീർത്ത് അവർ തരും. പിന്നെ ഇതിൽ നമുക്ക് ഇവിടുന്ന് സ്ഥലം വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇൻക്ലൂഡിങ് ആയിട്ട് വാങ്ങാവുന്നതാണ്. നല്ലൊരു ഏരിയയാണ്. നമുക്ക് യൂറോപ്യൻ മോഡലുള്ളൊരു വീടാണ്. നമ്മളതിൻ്റെ ഫ്രണ്ട് പോർഷന് കിണറുണ്ട്, ഓപ്പൺ കിണറുണ്ട്. കിണർ വേണമെങ്കിൽ നമുക്കിപ്പം പുതിയ മോഡൽ രീതിയിൽ നമുക്ക് ഉരുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കണമെങ്കിൽ അങ്ങനെ എന്താ 3 രീതിയിലുള്ള സ്രോതസ്സുകളുണ്ട്. നമുക്ക് വെള്ളം ഇതിൽ അറ്റ വേനൽക്കാലത്താണ്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല വെള്ളമുണ്ട്. ഇതിൽ വെള്ളം കോരി നോക്കാം. നല്ലൊരു തെളി നീരായിട്ടുള്ള വെള്ളമാണ്. ഇപ്പോഴും 2-3 കോല് വെള്ളം നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. പറ്റാത്ത കിണറാണ്. ഇത് കൂടാതെ നമുക്കിവിടെ ഇവർ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ പൈപ്പ് ലൈനും ഉണ്ട്. അപ്പോൾ ഒരു സ്രോതസ്സിലും വെള്ളം കിട്ടാത്തൊരു പ്രശ്നം ഇവിടെ വരില്ല. നല്ലൊരു ഏരിയയും കൂടിയാണ്. ഒരു VIP കോളനി എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഇവിടുന്ന് നമുക്ക് ഹോസ്പിറ്റലുകൾ, ചർച്ച് എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. സ്കൂളുകൾ എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. നമ്മളെ വീടിൻ്റെ വലതുവശത്ത് കൂടെയുള്ള ഒരു പോർഷനാണ്. കണ്ടംപററി യൂറോപ്യൻ മോഡൽ ഒരു വീടാണ്. ഇതിൻ്റെ ഇതൊക്കെ കാണാം. നമുക്ക് ജനലുകൾ, അതേമാതിരി ഗ്യാസിൻ്റെയൊക്കെ പുറത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിവിടെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വന്നിട്ട് ഇതിൽ എല്ലാ തടുപ്പുണ്ട്. അതുകൂടാതെ വർക്ക് ഏരിയ പോർഷനാണ്. ഉള്ളിൽ കൂടെ ഇതെല്ലാം കാണാം. വീടിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ കണ്ട കാർ കിടക്കുന്ന പോർഷൻ. ഫ്രണ്ടിലൊരു ചെറിയ ഡോറുണ്ട്. സ്ലൈഡിങ് ഡോറായിട്ട് വണ്ടികൾ കയറ്റാവുന്ന രീതിയിൽ വലുതുണ്ട്. സറാഡ ടൈൽസുകൾ, അതേമാതിരി ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഫ്രണ്ട് പോർഷനൊക്കെ. എല്ലാം മൊത്തത്തിൽ സറാഡ ടൈൽസൊക്കെയാണ്. ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു കഥക് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ആദ്യം ഫ്രണ്ടിൽ കാണിച്ച അതേ ഡിസൈനിങ്ങിൽ വരുന്ന ഹാളൊക്കെയാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള രീതിയിലൊരു ഹോം തിയേറ്ററൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഹാളാണ്. ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ ഫ്രണ്ട്. മുകളിലൊക്കെ നമുക്ക് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ജനലിലൊക്കെ നമുക്കിവിടെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ടൈൽസാണ്, കറാർ ടൈൽസാണ്. പിന്നെ നമുക്കിതിൽ മൊത്തത്തിൽ ഫർണിച്ചർ ഉൾപ്പെടെ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. അതല്ല ഫർണിച്ചർ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഓണർ കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഡിസൈനിങ്ങിലുള്ള അതേ ഗണപതിയുടെ ഒരു നമുക്ക് പൂജ റൂമിൻ്റെ ഒരു പോർഷനാണ്. ഇത് അതിന് ശേഷമുള്ളൊരു ഹാളിൻ്റെ അപ്സൈഡിലേക്ക് കയറുന്നത്. അത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മുകളിൽ വില്ല് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഗ്ലാസ്സാണ് നമ്മളതിൽ ഡിസൈനിങ്ങിൽ നമ്മൾ ഫോട്ടോയിൽ കാണുന്നത്. വാഷ് ബേസിന് ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് CCTVയുടെ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് മുകളിൽ കാണാം. അപ്പ് സൈഡിലേക്കുള്ളൊരു പോർഷനാണ്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂം. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ പോർഷനാണ്. ജനലിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്.
പൂർണ്ണമായിട്ടും അവർക്ക് തന്നെ ആയിട്ടുള്ള രീതിയിൽ വെച്ചൊരു വീടാണ്. നമുക്ക് സെക്കൻഡ് റൂമിലേക്കാണ് നമ്മൾ ഇതായിരിക്കണം. അപ്പം അതിൽ നമുക്ക് ജനറൽ പോർഷനിൽ വന്നിട്ട് ഇരിക്കാനോ കിടക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ് കൊടുത്തേക്കുന്നത്. താഴത്തെ രണ്ടാമത്തെ റൂമിൻ്റെ പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചത് നമുക്ക് ഡ്രസ്സിംഗ് റൂം കം ബാത്റൂമാണ് കൊടുത്തേക്കുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് അതിൽ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാന്, ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വാൾ ക്ലോസറ്റ് ആയിട്ടാണ് കൊടുത്തത്. സ്റ്റെപ്പിൻ ടൈൽസ് ആയിട്ട് ഉള്ള ടൈൽസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ടൈൽസ് എന്നാണ് പറഞ്ഞത്. കട്ടിലൊക്കെ നമുക്ക് ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും. റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഹാളിലേക്കാണ് വരുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ഡൈനിങ് ഹാളാണ്. സെക്കൻഡ് ഹാളിൽ നമുക്കതിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. നല്ലൊരു വീടാണ്, നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ്. എഞ്ചിനീയർ തന്നെ അവർക്ക് വേണ്ടി വെച്ചൊരു വീടാണ് ഇതിപ്പോൾ. അപ്പോൾ അവരോട് താമസമുണ്ട്. ഇപ്പോൾ പുതിയ വീട് തന്നെയാണ്, താമസം തുടങ്ങിയിട്ട് ഇപ്പോൾ അധികമായില്ല. അപ്പോൾ ആവശ്യക്കാർ നമുക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അത് വാങ്ങാവുന്നതാണ്. ഹൈവേയിൽ നിന്നും നടന്നു വരുന്ന ദൂരം തന്നെയുള്ള 100-150 മീറ്റർ മാത്രം മാറിയിട്ടുള്ള വീടാണത്. എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റീസും ഉള്ളൊരു ഏരിയയാണ്. ഡൈനിങ് ഹാളാണ്. കിച്ചൻ്റെ പോർഷൻ നമ്മൾ കാണുന്നു. മുകളിലെ കിച്ചൻ്റെ ഒരു മുകളിൽ കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ടേബിളുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെങ്കിൽ പെട്ടെന്നുള്ളൊരിത്. സിങ്ക് മോഡലായിട്ടുള്ള ഉണ്ട്. ഇതിൽ റാക്കുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം അത്യാധുനിക രീതി ഡിസൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തമായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഫുൾ ഫർണിഷ്ഡോടുകൂടി വേണമെങ്കിലും എടുക്കാം, അല്ലാതെ വേണമെങ്കിൽ അവർ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ നമ്മൾ റാക്കിലുള്ള ഇതാണ്, ഇവിടെ പാത്രങ്ങൾ കാര്യങ്ങൾ നമുക്കുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ്, ഒന്നും പറയാനില്ല. നമുക്കതിൻ്റെ വർക്ക് ഏരിയയാണ്. ചെറിയൊരു കൊട്ടത്തളമുണ്ട് ഇവിടെ. അതേമാതിരി നമുക്കൊരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള കോമൺ ബാത്റൂമാണ്. ഇതാണ് കോമൺ ബാത്റൂം. അപ്സ്റ്റേറിലേക്ക് ഉള്ള വ്യൂ ആണ് നമ്മൾ കണ്ടത്.
ഡൈനിങ് ഹാള്, മെയിൻ ഹാള്, ബെഡ്റൂമാണ് കണ്ടത്. രണ്ടാമത്തെ ബെഡ്റൂം, ഫസ്റ്റത്തെ ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ. ഒരിക്കൽ കൂടെ ഒന്ന് കാണിച്ചതാണ്. റൂമാണ്, താഴത്തെ വലിയ റൂമാണ് മാത്രം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകാം. അതിമനോഹരമായിട്ടുള്ള കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാണ് വീട് വെക്കുന്നത്. ലൈറ്റ് അറേഞ്ച്മെന്റും എല്ലാം കൊണ്ടും നല്ല അതിമനോഹരമായിട്ടുള്ള വീടാണ്. അപ്സ്റ്റൈറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 റൂമാണ്, ഒരു ബാൽക്കണിയും ഒരു ഓപ്പൺ ടെറസും ഉണ്ട്. ഓപ്പൺ ടെറസിൻ്റെ പോർഷനാണ്. ഇതിലൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. മുകളിലേക്ക് വാട്ടർ ടാങ്കിൻ്റെ പോർഷനിലേക്ക് പോകുന്നത് ഏരിയയാണ്. ഇവിടെയും 2 ബെഡ്റൂമാണ് നമുക്ക് അപ്സ്റ്റെയറിലായിട്ട് വരുന്ന, 2ാം നിലയിലായിട്ട് വരുന്ന 2 ബെഡ്റൂമാണ്. ഒരു ഹാളുണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ഓപ്പൺ ടെറസുണ്ട്. ഇപ്പോൾ കൂടുതൽ റൂംസ് ആവശ്യമുള്ളവർക്ക് ഇതിൽ ഓപ്പൺ ടെറസിൻ്റെ ഭാഗത്ത് നമുക്ക് റൂം എടുക്കാവുന്നതുമാണ്. ഇവർ തന്നെ എടുത്തു തരും. ഇവർ തന്നെ അതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, എഞ്ചിനീയറാണ്. എഞ്ചിനീയർ വാസ്തുപ്രകാരം നമുക്ക് കിഴക്കോട്ട് ദർശനമായിട്ടുള്ളൊരു വീടും കൂടെയാണ്. മുകളിലത്തെ റൂമിൻ്റെ പോർഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മുകളിലത്തെ ബാൽക്കണിയാണ് നമ്മൾ. സ്ലൈഡിങ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്ത് തരും. ഇവിടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് തരും. അതേമാതിരി കുറച്ച് വർക്കുകളോട് നമുക്ക് തന്നെ താഴത്തെ ഇൻ്റർലോക്ക്, മതിലിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത് തരും. 2ാമത്തെ റൂമാണ് അപ്സ്റ്റെയറിലത്തെ, 2ാം നിലയിലത്തെ ഒരു റൂമെന്ന് പറയുന്നത് ചെയ്തിരിക്കുന്നത്. അതായത് മനോഹരമായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് 1 സൈഡ് പെയിൻ്റ് കൊടുക്കുന്നത്. കിച്ചൺ റൂമും ബാത്റൂമാണ്. അതിമനോഹരമായ ടൈൽസ് രീതിയിലാണ് നല്ലൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. 1 സൈഡിൽ ഒന്നും പറയില്ല. അപ്പോൾ ഇതിൻ്റെ ഓണറും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നമുക്കിപ്പോൾ ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെടുക. അതിമനോഹരമായ ഒരു ഡിസൈനിങ്ങിൽ കൂടി അവർ അത് ഫുൾ യാഥാർത്ഥ്യമാക്കി മാറ്റിയുള്ള ഒരു വീടാണ്. അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ടി ചെയ്തൊരു സ്ട്രോങ് വീടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മാക്സിമം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മളെ കൂടി ഹെൽപ്പ് ചെയ്യുന്നവരെ ഷെയർ ചെയ്തിട്ട് നമുക്ക് കച്ചവടം കൊണ്ടുവരുന്നത് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ കച്ചവടം ചെയ്യുന്നതായിരിക്കും. ആരോമൽ ജെ സൈനിങ് ഓഫ്.